അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്ട്രാറ്റജി നിങ്ങളെ പഠിപ്പിക്കണമെന്ന് കരുതിയാണ് ഇരുന്നത്. പക്ഷേ ഈ സ്ട്രാറ്റജി പഠിപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നടക്കുന്ന ഒരു ബിഗസ്റ്റ് സ്കാം ഞാനൊന്ന് റിവീൽ ചെയ്യാൻ പോവാണ്. കാരണം വേറെ ഒന്നുമല്ല, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പേരിൽ നടക്കുന്ന ചില തട്ടിപ്പുകളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബലത്തിൽ ആണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ കുറേ ബിഗിനേഴ്സ്, തുടക്കക്കാർ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എന്താണെന്ന് അറിഞ്ഞാൽ വലിയവരുടെ സ്ക്രീൻഷോട്ടുകളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് 10,000, 10,000, 1,00,000 രൂപയൊക്കെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീലുകളായിട്ട് കണ്ടിട്ട് പോയി ഈ അമ്പാറ്റകളെ പോലെ പോയി പെടുന്ന ബിഗിനേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഈ കാര്യത്തിൽ. കാരണം ഞാൻ എൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. വേറൊന്നും കൊണ്ടല്ല, കോഴ്സുകൾ പഠിക്കുക എന്ന പേരിൽ പല രീതിയിലുള്ള തട്ടിപ്പുകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതിപ്പോൾ പെടാതിരിക്കുക, അതാണ് എനിക്ക് ഒറ്റ വാക്കി പറയാനുള്ളൂ. നിങ്ങൾ അതിനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഈ വീഡിയോ മിസ് ചെയ്യാനേ പാടില്ല. പിന്നെ നിങ്ങളൊരു എക്സ്പേർട്ട് ആണെങ്കിലും നിങ്ങളേതെങ്കിലും കോഴ്സിന് ചേരാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ വീഡിയോ കണ്ടോളൂ. ആസ് പെർ മൈ എക്സ്പീരിയൻസ് ആൻഡ് നോളജാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഉപകാരമായിരിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കോഴ്സുകളുണ്ട് മാർക്കറ്റിൽ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് കാശ് കിട്ടും എന്ന് കരുതി കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ അവരെ എങ്ങനെയും വലയിട്ട് പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കുറേ പേര് കുറേ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ പല കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഇങ്ങനെ നിങ്ങളെ ജോലിയുടെ കൂടെ നിങ്ങൾക്ക് ട്രേഡിങ് കൊണ്ടുപോകാം, നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിനേക്കാളും 1,00,000 രൂപ 2,00,000 രൂപയൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ആളുകളെ കൂട്ടുന്നത് മാത്രമല്ല ഇവരെ PNL കാണിച്ചു തരുന്നുണ്ട്. PNL ഫേക്കാണോ അതൊന്നും നമുക്കറിയില്ല, എന്തൊക്കെയാണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, മെയിനായിട്ട് പറയാനുള്ളത് കേട്ടോ. അവർ എന്ത് പാവങ്ങൾ എന്ന് വെച്ചാൽ അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അവർ കരുതുന്നത് വെച്ചാൽ ഇവരെ PNL കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവർ ഭയങ്കര വലിയ ട്രേഡേഴ്സാണ്, മറിച്ചാണെന്ന് ഇവരെന്ത് ചെയ്യും, അതിൽ പോയി തലവെച്ച് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും, ഇവർ വാങ്ങുന്ന ഫീസാണെങ്കിൽ കൊള്ള ഫീസാണ്, നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഫീസാണ്. ഞാൻ ഒരാളെയും പേരെടുത്ത് പറയാനോ ഒരാളെ വിമർശിക്കാനോ അല്ല ഇത് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാൻ മൈ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, ഈ കാശ് കൊണ്ട് കൊടുത്ത് ഇവർ ചേർന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇവരെ കോഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബേസിക്സ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ മാർക്കറ്റിലൊക്കെ പഠിപ്പിച്ച് കൊടുക്കും. അവർ ചെയ്യുന്ന കുറച്ച് ട്രെൻഡ് അനാലിസിസും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇവരെന്ത് ചെയ്യും, പിന്നെ ഇവർ തിരിഞ്ഞു നോക്കത്തില്ല കേട്ടോ. അവരുടെ കോഴ്സ് കഴിഞ്ഞ ഉടനെ അടുത്ത ബാച്ചുകാർ വരും. ആ ബാച്ചുകാർ വന്ന് അവരെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പഴയ ബാച്ചുകാരെ ഇവരെന്ത് ചെയ്യില്ല, മൈൻഡ് പോലും ചെയ്യില്ല കേട്ടോ. കാരണം വെച്ചാൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബിഗിനേഴ്സാണ്, ഈ ആദ്യം ചേർന്ന ആൾക്കാർ ബിഗിനേഴ്സാണ്. അവർക്ക് ഈ സ്ട്രാറ്റജി പഠിച്ചുകൊണ്ട് മാത്രം അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവർക്ക് അബ്സല്യൂട്ട് നോളജ്, അതായത് മാർക്കറ്റിൻ്റെ തുടക്കം മുതൽ മാർക്കറ്റ് ഏത് സ്ട്രാറ്റജി ഏത് ലെവലാണ്, ഓപ്ഷൻ ട്രേഡിംഗ് ആണോ, ഇൻട്രാഡേ ട്രേഡിംഗ് ആണോ, അതുപോലെ സ്കാൽപ്പിംഗ് ആണോ, എന്താണ് ചെയ്യുന്നതെന്നുള്ള ഇവർക്ക് വ്യക്തമായ ധാരണ കൊടുക്കാതെ ഇവരെന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഇവരെ പഠിപ്പിക്കുക. ഇത് കാശ് എന്തായാലും വാങ്ങിച്ചല്ലോ, കാശ് വാങ്ങിച്ചു. ഈ കാശ് വാങ്ങിച്ചതിന് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി ഇവരെ പഠിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് ഇവരെ, മനസ്സിലായില്ലേ? അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് പഠിപ്പിക്കുന്നവരോട് ആദ്യം നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ 1 ഇയർ സ്റ്റേറ്റ്മെൻറ്റ്, 1 ഇയർ PNL കാണിച്ചു തരാൻ പറയാം. 1 ഇയർ PNL കാണിച്ചതിന് ശേഷം ഇവരോട് ചോദിക്കുക, നിങ്ങൾ എത്ര ലോസ്, എത്രമാത്രം നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, ആഫ്റ്റർ നമ്മുടെ ബ്രോക്കറേജ് ഫീസും അതുപോലെ ടാക്സും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രമാത്രം റിട്ടേൺ ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഇവരോട് ചോദിക്കുക. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് അറിയോ, ഇവരാരും PNL കാണിച്ചു തരില്ല. PNL കാണിക്കില്ല എന്നുണ്ടെങ്കിൽ ഇത് കാണിക്കണമെങ്കിൽ തന്നെ എന്തെങ്കിലും ഫേക്ക് ആയിട്ടുള്ള ഇത് PNL ആയിരിക്കും നിങ്ങൾ കാണിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കാണിക്കുന്ന കംപ്ലീറ്റ് പറയുന്ന എക്സാജുറേറ്റ് ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങളൊന്നും പോയി നിങ്ങൾ തലവെക്കരുത് ഒരു കാരണവശാലും. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത് യൂട്യൂബിൽ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളതുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ളതുണ്ട്, എങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങണം എന്നുള്ളതുണ്ട്. ആ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ ചെറിയ സ്ട്രാറ്റജികളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിലൂടെ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ വീഡിയോസിലൊക്കെ യൂട്യൂബിൽ തന്നെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ 5 കൊല്ലം മുമ്പും 10 കൊല്ലം മുമ്പുള്ള വീഡിയോസൊക്കെ, പഴയ ആൾക്കാരുടെ വീഡിയോസൊക്കെ എടുത്തൊക്കെ കാണാം. അതൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇത്ര വലിയ ആനക്കാര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു കോഴ്സൊന്നും പഠിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലെ ബേസിക്സ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇന്നത് ബേസിക്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ആരും പോയി 10,000, 10,000, 20,000, 30,000 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്ര അധികം കാശ് വാങ്ങിച്ചിട്ട് ഇവരെന്ത് ചെയ്യും, പിന്നെ ഇവരെ ജസ്റ്റ് മൈൻഡ് പോലും ചെയ്യില്ല കേട്ടോ. മൈൻഡ് പോലും ചെയ്യില്ല എന്ന് വെച്ചാൽ പിന്നെ അവർക്ക് വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അതുപോലെ തന്നെ അവരടുത്ത ബാച്ചിൻ്റെ കംപ്ലീറ്റ് നമ്മൾ വിളിച്ചാൽ പറയാം അവർ ഞങ്ങൾ തിരക്കിലാണ്, ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കാൻ തുടങ്ങി. പിന്നെ തിരിച്ചു വിളിക്കുന്ന പിന്നെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഒരു കാര്യങ്ങളും ഇവർ തിരിച്ചു വിളിക്കില്ല. അതുപോലെ തന്നെ ഇവരോട് എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാലോ പിന്നെ ഇവർ അനക്കില്ല.
ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു കോഴ്സിന് ചേർന്നു. ഞാനൊരു ഡൗട്ട് അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഇയാളെന്നോട് പറയാണ് അങ്ങനെ ഒരു സംഭവത്തെ പറ്റി ഇയാൾ കേട്ടിട്ട് പോലുമില്ല. ജസ്റ്റ് ഒരു ചെറിയ ഡൗട്ടാണ് ചോദിച്ചത്. ഞാൻ എന്താണ് GTT ഓർഡർ ഇടുന്നതിനെ പറ്റി ഒരു ഡൗട്ട് ഇയാളോട് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറയാണ് എനിക്ക് GTT ഞാൻ എവിടെയോ എന്തോ കേട്ട പോലെ തോന്നുന്നു, പക്ഷേ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ സുബിൻ, ചെക്ക് ചെയ്തിട്ട് ഞാൻ ഇതിനെപ്പറ്റി പറയാം. അതായത് ഞാൻ പറയുന്നത് ബേസിക്സ് ആയിട്ടുള്ള നോളജ് പോലും ഇല്ല അവർക്ക്. എന്താണ് നമ്മൾ മുറിവൈദ്യന്മാരെന്നൊക്കെ പറയില്ലേ മാർക്കറ്റിൽ, മുറിവൈദ്യന്മാരെന്ന് അസൽ മുറിവൈദ്യന്മാരെന്ന് പറയുന്ന ഒരവസ്ഥയാണ്. എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അവരത് കാണിച്ചിട്ട് മറ്റുള്ളവരെ ഇത് ചെയ്യുക, ഹൈജാക്ക് ചെയ്യുക, അല്ലെങ്കിൽ പിടിക്കുക, അവരെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കോഴ്സ് സെല്ല് ചെയ്യുക. കോഴ്സ് സെല്ല് ചെയ്യാനാണെങ്കിൽ നിസ്സാര കാശിനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇവർ വാങ്ങുന്നത് 20,000, 30,000, 25,000 രൂപയൊക്കെയാണ്. അറ്റ്ലീസ്റ്റ് ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ, അറ്റ്ലീസ്റ്റ് മാർക്കറ്റ് സൈക്കിളിനെ പറ്റിയെങ്കിലും ഇവർ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ എന്താണ് മാർക്കറ്റിൽ ഇറങ്ങുന്നത്, അതായത് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണോ, അപ്പ് ട്രെൻഡ് ആണോ, സൈഡ് വേസ് ആണോ, എന്താണ് മാർക്കറ്റ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇവർ പറയുന്നത് വെച്ചാൽ ഇവർ കുറേ സ്ട്രാറ്റജീസ് ഇവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്താണ്, നിങ്ങൾ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ വരും ആ സ്ട്രാറ്റജിയിൽ സ്റ്റോക്കുകൾ വരും, ആ സ്റ്റോക്കുകൾ നിങ്ങൾ ചാർട്ടിൽ അടിയും, ചാർട്ടിൽ ബൈ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് പറക്കും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവർ ഒരു ബേസിക്സ് ഉള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവർ പറയുന്നത് വെച്ചാൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു ട്രേഡ് ചെയ്യാൻ പറ്റിയ കണ്ടീഷനിലാണോ, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലുള്ള മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് സ്വിംഗ് ട്രേഡ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം എത്രമാത്രം സ്റ്റോക്കുകൾ സ്റ്റോപ്പ് ലോസ് അടിക്കും, ഒന്ന് ആലോചിച്ച് നോക്ക്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഞാനൊരു സ്ട്രാറ്റജി, എൻ്റെ മണി മാനേജ്മെൻറ്റ് അതിനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ. എന്നാൽ ഞാൻ പറയുന്ന മണി മാനേജ് രക്ഷപ്പെടുത്തിയെങ്കിൽ പിന്നെ ആ ഒരു ട്രേഡിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയാൽ പോരെ. ആ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്ന സമയത്ത് ആ മാർക്കറ്റിൽ നമ്മൾ മാറി നിന്നാൽ പിന്നെ ഇത്രയും സ്റ്റോപ്പ് ലോസ് മാർക്കറ്റിന് കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഒരു കാര്യം, ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു ധാരണയില്ലാത്ത കാര്യം. അവർക്ക് സ്ട്രാറ്റജികളൊക്കെ അറിയാൻ പറ്റും, അവർ പഠിക്കുന്ന സ്ട്രാറ്റജികളൊക്കെ പറ്റി അവർക്ക് വളരെ നല്ല ധാരണയുണ്ട്. പക്ഷേ അത് മാർക്കറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, അത് ഏത് കണ്ടീഷനിൽ അത് അപ്ലൈ ചെയ്യണം, ഏതൊക്കെ മാർക്കറ്റിൽ അത് യൂസ് ചെയ്യണം എന്ന് ഇവരെന്ത് ചെയ്യുന്ന ഇവരുടെ സ്റ്റുഡൻസിന് ഇവർ പറഞ്ഞു കൊടുക്കുന്നില്ല. അതിന് പകരം ഈ പാവപ്പെട്ട ആൾക്കാർ ഒരു 3-4, 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ആയിട്ട് വന്നിട്ട് അവരെ സ്റ്റോക്ക് മാറി ഈ കോഴ്സ് കഴിഞ്ഞ ശേഷം അവർ അതെടുത്ത് ട്രേഡ് ചെയ്യാനായിട്ട് ആരംഭിച്ച് കഴിയുമ്പോൾ അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും, അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ്. അതിനു മുമ്പ് തന്നെ ഇവരെന്ത് ചെയ്യും, അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഇവരെന്ത് ചെയ്യും, എഴുതി വാങ്ങും. ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഗൂഗിൾ റിവ്യൂസിൽ എഴുതി വാങ്ങും. ഈ സാധനം ഗൂഗിൾ റിവ്യൂസിൽ എഴുതി വാങ്ങുമ്പോൾ എന്ത് പറ്റും, ഇവരെ സ്റ്റോക്ക് മാർക്കറ്റ് സെർച്ച് ചെയ്ത് വരുന്ന കുറേ പേരുണ്ടല്ലോ, സെർച്ച് ചെയ്ത് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഇത് പോയി കാണുമ്പോൾ അവർ കാണുമ്പോൾ എന്താ, ഇത് കോഴ്സ് കഴിഞ്ഞ ഉടനെ ഗൂഗിൾ റിവ്യൂ ആണ്. കഴിഞ്ഞ ഉടനെ ഇവർ എന്ത് ചെയ്തു, ഗൂഗിൾ റിവ്യൂ അടിച്ചിട്ട് പറയാം വെരി ഗുഡ് കോഴ്സ്, ഈ കോഴ്സ് കാരണം എനിക്ക് ഇത് ചെയ്യാൻ പറ്റി, ഇന്ന കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഐ വിൽ ഹൈലി റെക്കമെൻഡ് എന്നൊക്കെ പറഞ്ഞ് ഇവരെന്ത് ചെയ്യും, ഗൂഗിൾ റിവ്യൂസ് ഇടും. ഗൂഗിൾ റിവ്യൂസിൽ പാവപ്പെട്ട ആൾക്കാർ ഇവർ ട്രേഡ് ചെയ്തിട്ടില്ല, ട്രേഡ് ചെയ്യുന്നതിന് മുമ്പാണ് ഗൂഗിൾ റിവ്യൂസ് ചെയ്തത്. നമ്മൾ എന്താണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങി അറ്റ്ലീസ്റ്റ് ഒരു 3-4 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം പ്രൊഡക്റ്റിന് റിവ്യൂ ഇടാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരു കോഴ്സ് എടുത്തു, അത് മാർക്കറ്റിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, റിവ്യൂ എഴുതാവുള്ളൂ ആ കോഴ്സിനെ പറ്റി, നല്ല കോഴ്സാണ്. ഇല്ലെങ്കിൽ എന്ത് പറ്റുന്നറിയോ, ഇത് കഴിഞ്ഞിട്ട് കുറേ പേര് ഈ ഇപ്പോൾ ഇവരെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അവർ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം ഗൂഗിൾ റിവ്യൂ ആയിരിക്കും വരിക. ആ ഗൂഗിൾ റിവ്യൂ നോക്കുമ്പോൾ എന്തായിരിക്കും കാണിക്കുക, വെരി ഗുഡ് കോഴ്സ്, ഹൈലി റെക്കമെൻഡ്, എനിക്ക് 10 കിട്ടി, ഇത് കിട്ടി, ആന കിട്ടി, ചേന കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത് കിടക്കണ്ടാവും. പക്ഷേ അത് കണ്ട് വീണ്ടും പോയി ആൾക്കാരെ പെടുകയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഏത് കോഴ്സിന് ചേർന്നാലും ഗൂഗിൾ റിവ്യൂ എഴുതുന്ന എപ്പോഴാണ് ഒരു 10 ട്രേഡ് 20 ട്രേഡെങ്കിലും ഇവരെ ചെയ്ത് ഇവരെ സ്ട്രാറ്റജി സക്സസ് ആണ്, നിങ്ങൾക്ക് ഒരു നെറ്റ് പ്രോഫിറ്റ് ഒരു മാസത്തിൽ ഒരു ചെറിയ ഇൻകം കണ്ടെത്താൻ പറ്റുന്നുണ്ട്, ഈ ഒരു കാശ് നിങ്ങൾ മുടക്കിയാൽ നിങ്ങൾക്കൊരു അതിനൊരു വർത്താണ് എന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ റിവ്യൂ ഇടുക. അല്ലാണ്ട് ചുമ്മാ പോയി ഗൂഗിൾ റിവ്യൂ ഇട്ട് ഞാൻ എന്ത് വരുന്ന അറിയോ, വെറുതെ പോയി കുറേ പാവങ്ങളായി ഇപ്പോൾ പെടും. മനസ്സിലായില്ലേ? നമ്മളതുപോലെ പെട്ടിട്ടുണ്ട്. ഞാൻ കണ്ടമാനം ഒരു 2021, 2022 കാലഘട്ടത്തിൽ കണ്ടമാനം കോഴ്സുകൾ ചെയ്ത ആളാണ് ഞാൻ. കാരണം എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്ന ചോദിച്ചാൽ ഒരു ഉപകാരമില്ല. അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം മാർക്കറ്റിൽ ഏത് സാഹചര്യത്തിൽ എൻ്റർ ചെയ്യണം, ഏത് സാഹചര്യത്തിൽ മാർക്കറ്റിൽ മാറി നിൽക്കണം. മാറി നിൽക്കേണ്ട അപ്പോഴാണ് നമ്മളൊരു മെച്യൂർഡ് ആയിട്ടുള്ള ട്രേഡർ ആവുന്നത്. അല്ലാണ്ട് എല്ലാ സാഹചര്യത്തിലും കയറി ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും വർത്താവത്തില്ല. അതുപോലെ തന്നെ അവർ ഒരു സ്ട്രാറ്റജി കണ്ടുപിടിക്കുന്നു. ആ സ്ട്രാറ്റജി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജി തന്നെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പക്ഷേ മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ചബിളാണ്. മാർക്കറ്റ് കണ്ടീഷൻസ്, എക്സ്പയറി, അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് പല കാര്യങ്ങളും മാർക്കറ്റ് കഴിഞ്ഞ 5 കൊല്ലം മുമ്പുള്ള മാർക്കറ്റല്ല ഇപ്പോഴത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പല മാറ്റങ്ങളും സംഭവിച്ചു. ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് 2017 തുടങ്ങി ഉള്ള സ്ട്രാറ്റജീസാണ് ഇപ്പോഴും 2025 പഠിച്ചു കൊടുക്കുന്നത്. ആ സമയത്ത് മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ് ആകെ മാറിയേക്കാണ്. മാർക്കറ്റ് ഇപ്പോൾ പണ്ടത്തെ പോലത്തെ എക്സ്പയറി അല്ല. നിഫ്റ്റിക്ക് മാത്രം വീക്കിലി എക്സ്പയറി ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി ഒക്കെ അവർ എടുത്ത് കളഞ്ഞ് മന്ത്ലി എക്സ്പയറി ആക്കി. പല സ്റ്റോക്കുകളുടെ ഇതിലും എല്ലാ കാര്യത്തിലും ഇവർ മാർക്കറ്റുമായിട്ട് അപ്ഡേറ്റഡ് അല്ല. ഇവർ ഒള്ളി ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഇവരുടെ സ്ട്രാറ്റജി മാത്രമാണ്. ഇങ്ങനത്തെ ആൾക്കാരെ കോഴ്സിൽ പോയി നിങ്ങൾ ഒരു കാരണവശാലും തലവെച്ച് കൊടുക്കരുത്. ജസ്റ്റ് ഹംബിൾ റിക്വസ്റ്റ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കണ്ടന്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 5 കൊല്ലം 6 കൊല്ലം മുമ്പും ആൾക്കാർ ജെനുവിനായിട്ട് ചെയ്ത് ഇഷ്ടംപോലെ വീഡിയോസായി കിടക്കുന്നുണ്ടാവും.
അത് വെച്ച് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ പതുക്കെ പേപ്പർ ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ അതുപോലെ റിയൽ മാർക്കറ്റ് കുറേശ്ശെ പൈസ ഇറക്കി പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാണല്ലോ, അല്ലെങ്കിൽ ഒരു 10,000 രൂപ വെച്ച് പൈസ അതൊരു കോഴ്സ് ഫീ ആയിട്ട് കണക്കാക്കിയാൽ മതി. ഒരു 10,000 രൂപ ആ കാശ് പോയാലും നിങ്ങളൊരു കോഴ്സിന് കണക്കാക്കി നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചായിട്ട് കണക്കാക്കിയാൽ മതി. അങ്ങനെ വരുമ്പോൾ എന്താ, നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിലുള്ള എക്സ്പീരിയൻസ് കിട്ടും, ലൈവ് മാർക്കറ്റിലുള്ള ഇമോഷൻസ് കിട്ടും, ലൈവ് മാർക്കറ്റിലുള്ള റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് എങ്ങനെ ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ലാണ്ട് നിങ്ങൾ പോയി ഒരു 30,000 രൂപ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ട്രേഡിൻ്റെ ടെർമിനൽ പോലും കാണാത്ത ആൾക്കാരുടെ അടുത്താണ് ഈ 30,000 രൂപ കൊടുക്കുന്നത്. ട്രേഡിങ് എന്താണെന്ന് പോലും അവർക്കറിയില്ല. അവരൊരു സ്ട്രാറ്റജിയാണ് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. ആ സ്ട്രാറ്റജി ഡൗൺ ട്രെൻഡിലാണോ അപ് ട്രെൻഡിലാണോ അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, ഏത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. മാർക്കറ്റ് ഓപ്പൺ ആയി എന്ത് ചെയ്യുക, ഈ സ്ട്രാറ്റജി എടുക്കുക, ചാർട്ടിലേക്ക് അപ്ലൈ ചെയ്യുക, സ്റ്റോപ്പ് ലോസ് അടിക്കുക, വീട്ടിൽ പോവുക. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ. ഇങ്ങനെയുള്ള ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കുറേ സ്കാംസ് മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. കുറേ സ്കാംസ്, കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഈ സെബിയുടെ അന്വേഷണങ്ങളിൽ ബന്ധപ്പെട്ട് കുറേ പേരൊക്കെ പരിപാടി നിർത്തിയിട്ടുണ്ട്. പക്ഷേ കുറേ പേര് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ പറ്റിച്ചോ ഒരാളെ, പക്ഷേ എന്നും ഒരാളെ പറ്റിക്കാൻ നിങ്ങൾ കരുതരുത്. അവരെന്തെങ്കിലും ഒരിക്കൽ റിയാക്ട് ചെയ്യും. എന്നെങ്കിലും അവൻ ഒരിക്കൽ റിയാക്ട് ചെയ്യുമ്പോൾ അത് വൈൽഡായിട്ടായിരിക്കും റിയാക്ഷൻ വരുന്നത്. അത് പക്ഷേ ഈ കോഴ്സ് അടച്ച് പൂട്ടുന്ന രീതിയിലുള്ള റിയാക്ഷൻ എനിക്ക് അവരുടെ ഭാഗത്ത് നിന്ന് വരിക. മാത്രമല്ല അത് നിങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം തിരിച്ചും നിങ്ങൾ കൊടുക്കേണ്ടി വരും അവർക്ക്. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് കോഴ്സ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. എപ്പോഴും ഒരാളെ പൊട്ടനാക്കാൻ കരുതരുത്. എല്ലാപ്പോഴും 1-2 പ്രാവശ്യം വന്ന് നമ്മൾ പൊട്ടനായി, പക്ഷേ എല്ലാ പ്രാവശ്യം ഒരാളെ പൊട്ടനാക്കാൻ കരുതെങ്കിൽ അത് നിങ്ങളുടെ മിഥ്യാധാരണ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഫലത്തിൽ മാത്രമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലോട് ഇതൊക്കെ തുറന്നു പറയുന്നത്. കാരണം നിങ്ങളും ചേരുമ്പോൾ നിങ്ങൾ 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇയാൾ ട്രേഡ് ചെയ്യുന്നത് ഇയാൾ ഫുൾ ടൈം ട്രേഡറാണെന്ന് നോക്കുക, അതോ ഇയാൾ കോഴ്സ് മാത്രം റൺ ചെയ്യുന്ന ആളാണെന്ന് നോക്കുക. മനസ്സിലായില്ല? എന്നിട്ട് ഇയാളോട് ചോദിക്കുക 1 ഇയർ P&L കാണിക്കാൻ പറയാം. 1 ഇയർ P&L കാണിക്കാൻ പറയാനുള്ളത്. 1 ഇയർ P&L കാണിച്ചിട്ട് മാത്രം ഞാൻ ഈ കോഴ്സ് ചെയ്യുള്ളൂ, നിങ്ങൾ 1 ഇയർ P&L എനിക്ക് അയച്ചു തരൂ, ഞാൻ വെരിഫൈ ചെയ്ത് ചെയ്യാമെന്ന് പറയാം. അതിനുശേഷം ചോദിക്കുക, നിങ്ങൾ ഈ ഒരു ഒറ്റ കാര്യം ചോദിക്കുക, ഈ ഒരു സ്ട്രാറ്റജി സാർ ഏതൊക്കെ മാർക്കറ്റിൽ എപ്പോഴത്തെ കണ്ടീഷനിൽ യൂസ് ചെയ്യണം, ഏതൊക്കെ സാഹചര്യത്തിൽ ഞാൻ ഇതിൽ മാറി നിൽക്കണം, എങ്ങനെയാണ് ഇതിൻ്റെ മണി മാനേജ്മെൻറ്റ് റിസ്ക് മാനേജ്മെൻറ്റ് ഒക്കെ എങ്ങനെയാണ് എന്ന് ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ. അതിനുശേഷം നിങ്ങൾ ചോദിക്കണം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ ഞാൻ ഈ എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിച്ചാൽ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരുമോ, അതോ അത് കഴിഞ്ഞാൽ നിങ്ങൾ കോൾ എടുക്കില്ല, പിന്നെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക. ആഫ്റ്റർ ഈ കോഴ്സിന് ശേഷം എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടുമോ എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ചു മനസ്സിലാക്കുക. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ പറയും പിന്നെ വിളിക്കാമെന്ന് പറയും. കാരണം ഇവരെന്താണ്, അടുത്ത ബാച്ച് തുടങ്ങി കാണും. നമ്മൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാച്ച് ചെയ്യുമ്പോൾ അടുത്ത പറ്റിക്കപ്പെടേണ്ട ആൾക്കാർ അവിടെ കയറുന്ന കാണും. അവരെ പറ്റിക്കണേൻ്റെ തിരക്കിലായിരിക്കും പിന്നെ അവർ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പേരിൽ കണ്ടമാനം സ്കാം നടക്കുന്നുണ്ട്. അത് സ്റ്റോക്ക് മാർക്കറ്റ് സെല് ചെയ്യുന്ന കോഴ്സുകൾ വഴിയാണ് നടക്കുന്നത്. അത് നിങ്ങൾ ബി കെയർഫുൾ. കാരണം വെച്ചാൽ എല്ലാം തെറ്റിപ്പാന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒട്ടുമിക്കതും മുറിവൈദ്യന്മാരാണ്. അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് എങ്ങനെയാണ്, അവർക്ക് ബേസിക്സ് ആയിട്ട് ഇവർ ട്രേഡ് ചെയ്യാത്ത ആൾക്കാരാണ്. അവർ വെറും കോഴ്സ് മാത്രം സെല്ല് ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്ന് കോടികൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ട്രേഡ് ചെയ്ത് അവർ ഒറ്റ പൈസ പോലും മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ പുതിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുവരെയായിട്ടുള്ള ജെന്യുവനായിട്ടുള്ള കണ്ടൻറ്റാണ് നമ്മുടെ ചാനലിൽ ഇടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആരോ കോഴ്സ് കാര്യങ്ങളൊന്നും നടത്തുന്നില്ല. നമ്മൾ ഇതുപോലെയുള്ള ഓപ്പണപ്പായിട്ട് നമ്മുടെ ചാനലിൽ പറയേണ്ടത് മുഖത്ത് നോക്കി തന്നെ പറയും. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.